അറിയില്ല, എനിക്കറിയില്ല. അറിയില്ല, എന്നോടാരും സംസാരിക്കും. ചർച്ച നടന്നിട്ടുണ്ടോയെന്ന് അറിയില്ല. ഞാൻ ആ ചർച്ച ചെയ്യുന്ന കമ്മിറ്റിയില്ല. എന്നോടാരും ഒന്നും സംസാരിക്കില്ല. അങ്ങനെ ആവശ്യം ഉണ്ടെങ്കിൽ സ്വാഭാവികം നമുക്കില്ല. ഞാൻ 2 തവണ മന്ത്രിയായപ്പോഴും ഞാൻ ആവശ്യപ്പെട്ടിട്ടല്ല മന്ത്രിയായി, തീരുമാനിച്ച് തരികയാണ്. അതിപ്പോഴും അങ്ങോട്ട് ആവശ്യപ്പെടേണ്ട പ്രശ്നമില്ല. തീരുമാനം എടുക്കുകയാണെങ്കിൽ അത് സ്വീകരിക്കും, അത്രയേ ഉള്ളൂ. അതിനുള്ള നന്ദിയുണ്ട്. ഇല്ലെങ്കിലും നമുക്ക് പ്രശ്നമുണ്ട്. അതാണ് നാളെ വരും. രാവിലെ എന്നെ വിളിച്ചിരുന്നു, ഫോണിൽ വിളിച്ചത്. ഞാൻ 1-2 തവണ വിളിച്ചപ്പോൾ അദ്ദേഹത്തെ കിട്ടിയില്ല. അപ്പോൾ അദ്ദേഹം എന്നെ രാവിലെ വിളിച്ചു. സമേതം ചെല്ലണമെന്ന് പറഞ്ഞു. ഈ സത്യപ്രതിജ്ഞ ഞാൻ ആശംസ അറിയിക്കാനാണ് വിളിച്ചോണ്ടിരുന്നത്. അപ്പോൾ കിട്ടിയില്ലല്ലോ അദ്ദേഹം. അപ്പോൾ ഇന്ന് രാവിലെ വിളിച്ചു, മറ്റേ ഒന്നും കണ്ടില്ല. ഇവിടെ തന്നെ കഴിഞ്ഞ ദിവസം AK ആന്റണി ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പുറത്തു വന്നപ്പോൾ പറഞ്ഞത് കാലിയായ ഒരു ഖജനാവാണ് ഉള്ളത്, അപ്പോൾ വലിയ വെല്ലുവിളികളാണ് മുന്നിലുള്ളത്, ജനങ്ങൾ സാവകാശം നൽകണം VD സതീശന് എന്നൊരു കാര്യം പറഞ്ഞു. അപ്പോൾ അത്തരത്തിൽ വെല്ലുവിളികൾ എനിക്കറിയില്ല. ഖജനാവെന്ന് ഞാൻ എന്നെ നോക്കിയിട്ടില്ല. ഖജനാവിൽ എത്ര ചില്ലറ ഉണ്ടെന്ന് ഞാൻ എന്നെ നോക്കിയിട്ടില്ല. എനിക്കതേപ്പറ്റി ഒന്നും പറയാനാണ്. അതൊക്കെ പുതിയ ഗവൺമെൻറ് വരുമ്പോൾ അവരതിനെ കണക്ക് നോക്കിയിട്ട് പറയും. അതാണ് ആദ്യ കാര്യം. മറ്റൊരു കാര്യം സാർ നേരത്തെ തന്നെ അറിയില്ല. ഞാൻ ഇവരോട് പറഞ്ഞു, എന്നോട് ആരും ചർച്ച ചെയ്തിട്ടില്ല. ഞാൻ ഇത്തരം കാര്യങ്ങൾ ആവശ്യപ്പെടുന്ന രീതിയും പണ്ണും എനിക്കില്ല. 2 തവണ മന്ത്രിയായപ്പോഴും ഞാൻ ആവശ്യപ്പെട്ടതുകൊണ്ടല്ല, മന്ത്രി ആവണമെന്ന് പറഞ്ഞു വാങ്ങിയിട്ടത്. ഇത്തവണ എന്നോടാരും ആവശ്യപ്പെട്ടില്ല. ഞാൻ അങ്ങോട്ട് പറയുന്ന പ്രശ്നമില്ല, അങ്ങനെ സ്വഭാവമില്ല. അറിയില്ല, പല ആളുകളത് പറയുന്നുണ്ട്. ഞാനായിട്ട് ഈ കാര്യത്തിൽ ഒരു മുൻകൈ എടുത്ത് ആരോടും പറയാറില്ല. എൻ്റെ സ്വഭാവം അതല്ല. മുമ്പ് 2 തവണ ആയപ്പോഴും ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ആ നിലപാടിൽ വ്യത്യാസമില്ല. അതെല്ലാം UDFൻ്റെ തീരുമാനമാണ് വരുന്നത്. അത് അവരെന്ത് തീരുമാനിക്കുന്നു അത് അംഗീകരിക്കുകയാണ് ചെയ്യുക, അത്രയേ ഉള്ളൂ. ഇല്ല ഒന്നും ഉണ്ടായിട്ടില്ല. ഇല്ല, ഒരു സമൂഹ മാധ്യമത്തിൽ അങ്ങനെ ഒന്നും വന്നിട്ടില്ല. സമൂഹ മാധ്യമം ഞാനും വായിച്ചു നോക്കുന്നതല്ലേ. വെള്ളാപ്പള്ളിയോട് വിരോധമുള്ള വല്ലവരും കാണും, അവരെഴുതി പിടിപ്പിക്കുന്നതല്ലേ. ഞാനെന്തിനാ അയാളോട് വിരോധിക്കണം? ഞാൻ UDFിലെ ആൾക്കാർക്ക് വിരോധം ഉണ്ടെങ്കിൽ ഞാനെന്ത് വേണമെന്ന്? എനിക്ക് വിരോധം ഉണ്ടാവേണ്ട കാര്യങ്ങളൊന്നും പേഴ്സണലായിട്ട് ഉണ്ടായിട്ടില്ല. പിന്നെ മലപ്പുറത്ത് ഞാൻ പാണക്കാടിൻ്റെ തങ്ങളുടെ വീട്ടിൽ പോയപ്പോഴേ ഒരാൾ ഇത് നിങ്ങൾ തന്നെ ചോദിച്ചു. നിങ്ങൾ റിപ്പോർട്ടറാണ്, നിങ്ങളുടെ ആൾ തന്നെ ചോദിച്ചു. നിങ്ങളെ ആളും കയ്യിലുണ്ട്. ഈ 2 പേര് മാത്രമാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് വെള്ളാപ്പള്ളിയോടുള്ള വിരോധം ഉണ്ടെങ്കിൽ എൻ്റെ പേര് തീർക്കട്ടെ. എനിക്ക് പാണക്കാട് നിങ്ങളുടെ വീട്ടിൽ പോയി എന്നെ സഹായിച്ചു, ഞാൻ പോയി നന്ദി പറഞ്ഞു. വെള്ളാപ്പള്ളി നടേശൻ സ്വാഭാവികമായിട്ട് SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറിയാണ്. 7 ലക്ഷം പേര് കേരളത്തിലെ ഏറ്റവും വലിയ സമുദായം അതല്ലേ, അവിടെ സംഘടനയല്ലേ SNDP, അതിൻ്റെ സെക്രട്ടറി അല്ലേ അദ്ദേഹം. ആ സെക്രട്ടറി ആയതുകൊണ്ടല്ലേ പോകുന്നത്, അല്ലെങ്കിൽ എന്തിനാ പോണേ? ഇത് ചോദിക്കേണ്ട കാര്യമുണ്ടോ? റിപ്പോർട്ടറും കൈരളിയാണ് നിങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഞാൻ ദേഷ്യപ്പെടുകയൊന്നുമില്ല, അങ്ങനെയൊന്നും എനിക്ക് കരുതണ്ട. ആ പരിപാടി നടക്കത്തില്ല. ദേഷ്യപ്പെടുമെന്ന് വിചാരിക്കണം. AM ആരിഫ് പറഞ്ഞതിനൊന്നും എനിക്ക് സമാനം പറയാനില്ല, കേട്ടല്ലോ. അദ്ദേഹത്തിൻ്റെ പേരുമായിട്ട് എൻ്റെ കൂട്ടാതെ അദ്ദേഹത്തിൻ്റെ വഴിക്ക്, ഞാൻ എൻ്റെ വഴിക്ക്. മതി, പോരെ? ഒന്നും കിട്ടിയില്ലല്ലേ? മതി, ഇത് മതി. പാർട്ടിക്കെതിരെയുള്ള പരാതികൾ അതൊക്കെ തന്നെ നേരത്തെ പറയുന്നു. പക്ഷേ അപ്പോഴൊന്നും അത് പരിഗണിക്കപ്പെടില്ല. പക്ഷേ ഇപ്പോൾ ചേരുന്ന ജില്ലാ കമ്മിറ്റികളിലൊക്കെ തന്നെ പിണറായിയുടെ ശൈലി മാറ്റണമായിരുന്നു, പാർട്ടി നേരത്തെ തന്നെ പല കാര്യങ്ങളും തിരുത്തണമായിരുന്നു എന്നുള്ള വിമർശനങ്ങൾ ഇപ്പോൾ ഉയരുന്നുണ്ട്. അതിപ്പോഴായിരുന്നു ഉയരേണ്ടത്, നേരത്തെ തന്നെ അത്തരം കാര്യങ്ങൾ ഉയരേണ്ടിയിരുന്നതല്ലേ? ഇത് ചോദിക്കേണ്ടത് ആരോടാ? ആ വിമർശനം ഉന്നയിച്ചവരോട്. ഞാൻ കമ്മിറ്റിക്കകത്ത് വിമർശനമൊന്നും ഉന്നയിച്ചത്, മനസ്സിലായി. അപ്പോൾ എന്തൊക്കെയാണ് ആളുകളുടെ മനസ്സിലുള്ളത് വെളിയിൽ വരികയാണ്. അതാണ് ജനാധിപത്യം. എപ്പോഴെങ്കിലും വരും ഇത് എന്ന് കരുതിയാൽ മതി. എനിക്കതേപ്പറ്റി കമൻ്റ് ഒന്നുമില്ല. ഞാൻ പറയാനുള്ളത് തുറന്ന് സംസാരിക്കുന്നുണ്ടെങ്കിൽ ഇനിയും സംസാരിക്കും.
അല്ല ഇനി ഞാൻ തുറന്ന് സംസാരിക്കാവുന്ന കാര്യങ്ങൾ സംസാരിക്കാം ആക്ഷേപിക്കുന്നുണ്ട്.